അതിവേഗത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടലോടെ അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്ര സർക്കാർ നേരിട്ടത്. ഒരൊറ്റ ചോദ്യത്തിലൂടെയാണ് കോടതി കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ തൂത്തെറിഞ്ഞതും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിക്കാൻ യോഗ്യതയുള്ള 200 പേരുടെ പട്ടിക മണിക്കൂറുകൾക്കുള്ളിൽ 6 പേരുടെ പട്ടികയായി ചുരുങ്ങിയത് എങ്ങനെയെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും ജയ താക്കൂറും നൽകിയ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. എങ്കിലും പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ചൊരു നടപടിയിലേക്ക് കോടതി പോയില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യവുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന ശുപാർശ സമിതിയിൽ അംഗമായ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ഈ മാസം 12 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തസ്തികയിലേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടിക ലഭിച്ചിരുന്നില്ല എന്ന് ADRന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടിയിരുന്നു. 200 പേരെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല, എത്ര സമയം കൊണ്ടാണ് ഇവരെ പരിഗണിച്ചതെന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി സുതാര്യമാക്കാം. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചതാണിത്. കേസ് സുപ്രീം കോടതി ഓഗസ്റ്റിലേക്ക് മാറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗ്യാനേഷ് കുമാർ, സുഖ്വീന്ദർ സിംഗ് സന്ധു എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചത്. എന്നാൽ അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കാനുള്ള വിദഗ്ധ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമായാൽ മാത്രമേ സമിതിക്ക് വിശ്വാസ്യതയും പ്രവർത്തന സ്വാതന്ത്ര്യവും ഉണ്ടാകുന്നുള്ളൂ എന്ന വാദം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പുതിയ സത്യവാങ്മൂലത്തിൽ അവകാശവാദമായി ഉന്നയിക്കുന്നുണ്ട്. നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ കോടതി ഇടപെടൽ പേടിച്ചാണ് 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിടുക്കത്തിൽ നിയമിച്ചതെന്ന ആക്ഷേപം തെറ്റാണ്. പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നടപടി വേഗത്തിൽ പൂർത്തിയാക്കിയതെന്ന് കേന്ദ്രം അവകാശപ്പെടുകയും ചെയ്തു. അപ്പോഴും എങ്ങനെ മണിക്കൂറുകൾക്കകം എന്ന ചോദ്യം വീണ്ടും പ്രസക്തമായി അവിടെ നിലനിൽക്കുകയാണ്.